അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അറിയായിരിക്കും അതെന്താണ് പുളിവെണ്ട. ഇവിടെ അറബിയിൽ പറയും കർക്കതിയെന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്നൊരു അച്ചാറ് മോഡൽ അല്ലെങ്കിൽ ഒരു പുളിഞ്ചി മോഡലാണ്. നമുക്ക് ബൂരിയുടെ കൂടെ കഴിക്കാം, ബിരിയാണി മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ചുവന്ന പാർട്ട് നമുക്ക് മാറ്റി സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കടുക്, ഉണക്കമുളക്, നമ്മളെ കടുകൊക്കെ ഇങ്ങനെ നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ കർക്കതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. നമ്മൾ ഇതിനൊരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം എന്തായെന്ന് നോക്കാം. അത് നന്നായിട്ട് ഇതിൽ ഒടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് എന്താണ് ചെയ്യുക, ഒരു 3/4 കപ്പ്. ഇത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ, നമ്മൾ വാങ്ങുന്ന പാക്കറ്റില്ലേ. ഇനി ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം എന്താണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ, അതാണ് ഇത്ര കറുപ്പ് നിറമായിട്ട് തോന്നുന്നത്. കണ്ടാ, ഇത് ഡാർക്കാണ്, വെറും ബ്രൗൺ ഷുഗർ ഉണ്ട്, അത് ചേർത്താൽ മതി. ഇത് കുറച്ച് ബ്ലാക്ക് കൂടുതലാണ്, അപ്പോൾ അതാണ് കേട്ടോ. അല്ലാതെ ഞാൻ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ അത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇത്ര കറുപ്പ് വന്നത്. അല്ലെങ്കിൽ നമ്മളെ റെഡ് നന്നായിട്ട് എടുത്ത് കാണിക്കും. ഇപ്പോൾ ഒരു ജാമ് മാതിരി ആയി സംഭവം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ്. അതുമാതിരി തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കുരുമുളക് പൊടി, വേറെ ഒന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതൊന്നും കൂടി ടൈറ്റ് ആക്കി എടുക്കുക, അടച്ചു വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ സംഭവമേ അച്ചാർ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ജാമായിട്ട് ഉപയോഗിക്കട്ടെ. കാരണം ഇതിലിപ്പോൾ കടുകൊന്നും ഇടാതെ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ കർക്കതി, അതായത് ഈ പുളിവെണ്ട, ഇതിൽ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വറ്റിച്ചതിന് ശേഷം ഇതേമാതിരി ഷുഗറോ അല്ലെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞ ബ്രൗൺ ഷുഗർ പോലത്തെ അതോ ഇട്ടിട്ട് ഇതേമാതിരി ടൈറ്റാക്കി എടുത്തതിന് ശേഷം ഇത് തണുത്താറിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്താൽ മതി, ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ജാമായിട്ടും യൂസ് ചെയ്യട്ടോ. ഓക്കെ, കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറി ജാം, റസ്ബെറി ജാമിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അച്ചാറായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനെ കടുവും മുളകൊക്കെ ഇട്ടിട്ടും ചെയ്യാം. ജാമായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഞാൻ പറഞ്ഞ മാതിരി വെറും വെള്ളത്തിലിട്ട് തിളപ്പിച്ചതൊന്നും ഇങ്ങനെ കട്ടിയായിട്ട് വരുമ്പോൾ ഈ ശർക്കര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പറമ്പിലൊക്കെ വെറുതെ നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ.